അങ്ങനെ നമ്മുടെ സച്ചി നിലവിളിക്കുകയാണ്. അയ്യോ എനിക്ക് 4 വേണ്ടായേ, എനിക്ക് ഒരെണ്ണം മതിയേ, എനിക്കൊരുപാട് കടങ്ങളുള്ളതാണേ, എനിക്ക് 4 വേണ്ടായേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അത് കേട്ട് അച്ഛനും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, എന്താ പറ്റി മോളെ, ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കറിയില്ല അച്ഛാന്ന്. ഇപ്പോൾ വിളിക്കും മോനെ അവനെ എന്ന് പറയും. അങ്ങനെ രേവതി സച്ചിയേട്ടാ എണീക്ക് പറയും. അങ്ങനെ സച്ചി എഴുന്നേറ്റ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, അച്ഛാ എൻ്റെ മക്കളെവിടെ, 4 പേരാണ് അച്ഛൻ എനിക്കുണ്ടായിരിക്കണേന്ന് പറയും. അങ്ങനെ പിച്ചും പേരും പറയുന്നത് കേട്ട് അച്ഛന് കാര്യം മനസ്സിലാവാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സച്ചി എഴുന്നേറ്റ് ഒരു നാണത്തോടു കൂടി ഓടുകയാണ് ബാത്റൂമിലേക്ക്. എന്നിട്ട് ഓടുന്ന ഓട്ടത്തിൽ തിരിഞ്ഞ് നിന്നിട്ട് രേവതിയോട് പറയുകയാണ്, രേവതി ഇന്നലെ എനിക്ക് ഒരബദ്ധം പറ്റിയതാണ്, ഇനി അങ്ങനെ ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ രേവതി അടുക്കളയ്ക്ക് പോകുമ്പോൾ അമ്മ പറയും, ചന്ദ്ര പറയും, എനിക്കൊരു ഗ്ലാസ് കാപ്പി വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രേവതി പോയി കാപ്പിയൊക്കെ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോൾ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് ഇങ്ങനെ പഞ്ചസാര എല്ലാം അതിലേക്ക് ഇങ്ങനെ എടുത്തിടുകയാണ്. എന്നിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അമ്മ, എന്താ നീ എനിക്ക് പായസമാണോ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്, എന്നെ കൊല്ലാനാണോ നീ നോക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി മേലെന്ന് ഓടി വരുന്നുണ്ട്. അച്ഛാന്ന് വിളിച്ച് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ്റെ അമ്മ അച്ഛനെ കല്യാണം കഴിഞ്ഞ് എത്ര മാസം കഴിഞ്ഞിട്ട് അച്ഛൻ പ്രസവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സീനിലാണ് നിർത്തിയിരിക്കുന്നത്.